ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അഴിഞ്ഞിലം അയ്യപ്പ സേവാ സമിതിയുടെ സമൂഹ അന്നദാനം തളി മഹാവിഷ്ണു ക്ഷേത്ര നടയ്ക്കു സമീപമുള്ള പന്തലിൽ തുടരുന്നു. 12 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച മണ്ഡലമാസത്തിലെ അന്നദാനം ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആശ്വാസമാകുന്നത്. രാമനാട്ടുകര അഴിഞ്ഞിലം ശ്രീ ധർമ്മശാസ്ത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അന്നദാന വിഭാഗമായ അയ്യപ്പ സേവാ സമിതിയുടെ കീഴിൽ സമൂഹ അന്നദാനം നൽകി. അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്രം വടക്കേ നടയുടെ സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ചായിരുന്നു പരിപാടി. നവംബർ 16 മുതൽ ഡിസംബർ 26 വരെയാണ് അന്നദാനം നൽകുന്നത്. ദിവസേന 5000-ഓളം ആളുകൾ അന്നദാനം കഴിക്കാൻ എത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹർത്താൽ ദിനത്തിലാണ് ചെറിയ രീതിയിൽ അന്നദാനം നൽകി തുടങ്ങിയത്. തുടർന്ന് എല്ലാ വർഷവും മണ്ഡലമാസ സമയത്ത് വിപുലമായ രീതിയിൽ അന്നദാനം നൽകി വരുന്നു. ഇന്നത് വളർന്ന് പന്തലിച്ച് ഏതാണ്ട് ഒരു ദിവസം 5000-ത്തിലധികം ആളുകൾ തീർത്ഥാടകരാണ് ഭൂരിപക്ഷം. അവര് രാവിലെയും ഉച്ചയ്ക്കുമാണ് അത് റെഗുലറായിട്ട് നടക്കും. കലവറയിലേക്ക് ദിവസം 41 ദിവസവും കലവറയിലേക്ക് സമർപ്പണമാണ്. പൂജാദ്രവ്യങ്ങളായിട്ടും പിന്നെ അതേപോലെ തന്നെ സാധന സാമഗ്രികൾ, പിന്നെ ഈ തരുന്ന ദക്ഷിണ പോലെയുള്ളത് ആണ് ഏറ്റവും വലിയ. ഇതിന്റെ സാമ്പത്തികം മുഴുവൻ പുറത്തുനിന്ന് വരുന്ന സ്വാമിമാരാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് ഒരു 3 നില കെട്ടിടത്തിന്റെ എല്ലാം ആയിട്ടുണ്ട്. ഈ വർഷം മണ്ഡല അവസാനത്തോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. രാവിലെയും ഉച്ചയ്ക്കുമാണ് പ്രധാനമായും അന്നദാനം നൽകുന്നത്. അയ്യപ്പ ദർശനത്തിന് ശബരിമലയിലേക്ക് ദീർഘദൂരത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരും ഇവിടെ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രായലിംഗ ജാതി ഭേദമന്യേ എല്ലാവർക്കും പൂജാ പഠനത്തിന് അവസരമൊരുക്കി കണ്ണാടിക്കൽ